നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നമ്മൾ കേക്കിനും കപ്പ് കേക്ക്സിനൊക്കെ അതുപോലെ ഡെസേർട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ചോക്ലേറ്റ് ചിപ്സിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് 1-2 മിനിറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി നാൾ സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാനൽ ഇന്നാരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് നല്ല ഈസി ആയിട്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ടൊരു പാത്രത്തിനകത്ത് വളരെ കുറച്ച് വെള്ളം വെക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ഇതിന് ഫിക്സ് ആവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുക്കുക. പാത്രം വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ചൂട് തട്ടുമ്പോൾ പൊട്ടാത്ത രീതിയിലുള്ള ഗ്ലാസിൻ്റെ ബൗളോ സെറാമിക്കിൻ്റെ പാത്രമോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വെള്ളം നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പാത്രം ഒരിക്കലും വെള്ളത്തിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും വെച്ച് കൊടുക്കരുത്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു മിസ്റ്റേക്ക്, നമ്മൾ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി നല്ല തിക്കായിട്ട് ഡ്രൈ ആയി പോകും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം കുറച്ചിട്ട് ഈ ചോക്ലേറ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡാർക്ക് വൈറ്റ് അതുപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഡയറി മിൽക്കിൻ്റെ ഒക്കെ ചോക്ലേറ്റ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതെല്ലാം വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒക്കെ റെസിപ്പി ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിലുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ഇടുന്ന സമയത്ത് കറക്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഇത്തിരി സമയം ചൂടാറണം. ഒത്തിരി അങ്ങ് കുറേ ഒരു 5-10 മിനിറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് പൈപ്പിംഗ് ബാഗിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് കവർ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള പൈപ്പിംഗ് ബാഗായിട്ട് എടുത്തിട്ടുള്ളത്. പൈപ്പിംഗ് ബാഗായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അതൊരു ഗ്ലാസ്സിനകത്തോട്ടേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കുക. നമുക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പൈപ്പിംഗ് ബാഗ് നോസിലൊക്കെ ചെയ്യുന്ന വീഡിയോ മുന്നേ ചെയ്തിട്ടുള്ളതാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതിനകത്തൊന്ന് ചെക്ക് ചെയ്യുക. ഇതിലോട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് മുറിക്കുക. കത്രിക ഉപയോഗിച്ചിട്ട് ചെറിയൊരു കട്ട് ചെയ്താൽ മതി, ഒത്തിരി വലുപ്പത്തിൽ ചെയ്തെടുക്കരുത്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നുകിൽ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ബട്ടർ പേപ്പർ, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവർ വേണമെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇനി ചെറിയ ചെറിയ ബബിൾസ് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ച് വരുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ചോക്ലേറ്റ് ചിപ്സിൻ്റെ അതേ രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷമുള്ളത് കാണിച്ചു തരാം. അപ്പോൾ മുഴുവൻ ചോക്ലേറ്റ് ചിപ്സ് ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോൾ വരുന്നൊരു മിസ്റ്റേക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും. ഇവിടെ കാണുന്ന ഒരു 3-4 പീസ് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടാണ് ഉള്ളത്, നല്ലൊരു ഷേപ്പിലല്ല, കുറച്ച് ഫ്ലാറ്റ് ആയി പോയിട്ടുണ്ട്. അതായത് നമ്മൾ പൈപ്പിംഗ് ബാഗിനകത്ത് ചോക്ലേറ്റ് ചേർത്തിട്ട് ഒട്ടും ചൂടാറാതെ നിങ്ങൾ ഡയറക്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ കണ്ടില്ലേ, കുറച്ച് ഫ്ലാറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. കറക്റ്റ് നമ്മൾ ആ ചിപ്സിൻ്റെ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ചോക്ലേറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനുശേഷം മാത്രം ഇതുപോലെ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ അതാണ് നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടാത്തത്. അതല്ലെങ്കിൽ കണ്ടില്ലേ, ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ കറക്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഈ ഫോയിൽ പേപ്പറിനാണെങ്കിലും അതുപോലെ ബട്ടർ പേപ്പറിനകത്തു നിന്നാണെങ്കിലും നമുക്ക് ഇതുപോലെ വേർപെടുത്തി എടുക്കാൻ കഴിയും. കണ്ടില്ലേ, അപ്പോൾ മുഴുവനൊന്ന് നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ മുഴുവൻ ഞാനൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് കണ്ടില്ലേ, ഇതുപോലെ നല്ല ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ കേക്കിൻ്റെയും ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്, ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് ആയി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.